ഇന്നൊരു മാക്രോണി പാസ്ത റെസിപ്പി ആയാലോ? കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമായ ഈ റെസിപ്പി ടേസ്റ്റി ആയിട്ടും ഹെൽത്തി ആയിട്ടും എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. മാക്രോണി റെസിപ്പി തയ്യാറാക്കാത്തവർ നിറക്കൂട്ട് വ്ളോഗ്സിനോടൊപ്പം ചേർന്ന് തയ്യാറാക്കിക്കോളൂ. അതിനായിട്ട് ഒരു ബൗൾ മാക്രോണിയാണ് എടുത്തിരിക്കുന്നത്. ഒരു കട്ടിയുള്ള പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. വെള്ളം ഒന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് മാക്രോണി അതിലിട്ടൊന്ന് ഒരു 5 മിനിറ്റ് വേവിക്കാം. നിങ്ങൾ കുറച്ചുകൂടി വെള്ളം എടുത്തോളൂ കേട്ടോ. ഞാൻ എടുത്ത വെള്ളം തികഞ്ഞില്ലായിരുന്നു. ഞാൻ കുറച്ചുകൂടി വെള്ളം പിന്നെ അഡീഷണൽ ആഡ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് ഹെൽത്തി ആകാനായിട്ട് നമുക്ക് എന്തൊക്കെ ചേർക്കാമെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് മലക്കറികളും കൂടി ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. കുറച്ച് മലക്കറികളൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അരിയാത്തവ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യമായ മലക്കറികൾ ക്യാരറ്റ്, ബീൻസ്, സവാള, തക്കാളി എന്നിവയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ അതുകൂടി എടുക്കാം കേട്ടോ. അതിനിടയിൽ ഒന്ന് ഇളക്കി കൂടി കൊടുക്കേണ്ടതാണ് മാക്രോണി. പാകത്തിനുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർക്കുക. 5 മിനിറ്റ് കഴിയുമ്പോഴേക്കും മാക്രോണി കോരി മാറ്റാവുന്നതാണ്. മാക്രോണി ഒരു ബൗളിലേക്ക് കോരി മാറ്റിയിട്ടുണ്ട്. മലക്കറികളെല്ലാം ഇനി ചെറിയ പീസസ് ആക്കി അരിഞ്ഞെടുക്കേണ്ടതുണ്ട്. അപ്പം ഞാനിവിടെ ചോപ്പറിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടുപ്പ് കത്തിച്ച് ഒരു പാൻ അടുപ്പിലേക്ക് വെക്കുക. പാൻ ഒന്ന് ചൂടാവട്ടെ. ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് 2 സ്പൂണ് സവാളയും 3 മുട്ടയും പാകത്തിനുള്ള ഉപ്പുമിട്ട് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് വെക്കുക. ഇനി പാനിലേക്ക് കുറച്ച് എണ്ണ കൂടി വീതി കൊടുക്കുക. പാനിലേക്ക് മുട്ടയുടെ മിക്സ് കൂടെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യമുള്ള മുളക് കൂടി മുട്ടയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. മുട്ടയൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. തോരൻ പരുവത്തിന് ചെറിയ പീസസ് ആയിട്ട് വരട്ടെ. മുട്ട ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് ഇറക്കി വയ്ക്കുക. ഒരു കടായി അടുപ്പിലേക്ക് വയ്ക്കുന്നു. അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വീഴ്ത്തുന്നു. അതിലേക്ക് കടുക് കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു ബൗൾ സവാള കൂടി അതിലിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിലേക്ക് ഒരു ബൗൾ ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കുക. നല്ല ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞവയാണ്. അത് നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ബീൻസ് കൂടി ഇട്ട് കൊടുക്കുക. ബീൻസ് ഒരു 1/4 ബൗൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. ക്യാപ്സിക്കം കയ്യിലുള്ളവർക്ക് അതുകൂടി ചേർക്കാവുന്നതാണ്. മലക്കറികൾക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് മൂട് മാറ്റി മലക്കറികൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോകരുതേ കൂട്ടുകാരെ. മലക്കറികൾ ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് ചെറിയ 3 തക്കാളികൾ അരിഞ്ഞു വെച്ചത് മിക്സിയിലൊന്ന് അടിച്ച് ചേർക്കുന്നുണ്ട്. കുറച്ച് വെള്ളം കൂടി ഒന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. തക്കാളി അടിച്ചെടുക്കുന്നതിന് പകരമായി ടൊമാറ്റോ സോസ് കയ്യിലുള്ളവർക്ക് അതും ചേർക്കാവുന്നതാണ്. ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കുന്നത് കൊണ്ടാണ് ടൊമാറ്റോ സോസ് ചേർക്കാത്തത്, തക്കാളി ചേർക്കുന്നത്. ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഹോം മെയ്ഡ് ടൊമാറ്റോ സോസ് ഞാൻ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കയ്യിലുണ്ടായിരുന്നു, തീർന്നു പോയി. അതുകൊണ്ടാണ് പിന്നെ തക്കാളി എടുത്തത്. ഹോം മെയ്ഡ് ടൊമാറ്റോ സോസിൻ്റെ റെസിപ്പി കാണാൻ താല്പര്യമുള്ളവർ മുകളിലുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പാകത്തിനുള്ള വെള്ളവും ചേർത്ത് മലക്കറികൾ അടച്ചു വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒന്ന് പരുവമായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികളൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു കളർ കിട്ടുന്നതിനായിട്ട് 1 സ്പൂൺ കാശ്മീരി ചില്ലി ചേർക്കുന്നുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല എന്നിവ ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. മലക്കറികളെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം ഏകദേശം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിലേക്ക് മാക്രോണി കൂടി ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. മാക്രോണി വേവിച്ച സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. മാക്രോണി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. അതിലിട്ട മസാലയൊക്കെ അതിലൂടെ പിടിക്കാനായിട്ടാണ്. 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് കിണ്ടി വെച്ചിരിക്കുന്ന മുട്ട കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇനി മുട്ട കൂടി ഇതിലേക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം ഒരു അടപ്പ് ഉപയോഗിച്ച് മൂടി ഒന്ന് വേവിച്ചും കൂടെ എടുക്കുക. എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒന്ന് മൂടി മാറ്റിയിട്ട് ഒന്ന് നടുഭാഗത്തായിട്ട് ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയ ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് വീഴ്ത്തി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള മാക്രോണി പാസ്ത തയ്യാറായി കഴിഞ്ഞു. ആവശ്യത്തിനുള്ള മലക്കറികളൂടെ ചേർക്കുന്നത് കൊണ്ട് കുട്ടികൾക്ക് ആവശ്യമുള്ള വൈറ്റമിൻസും മിനറൽസും എല്ലാം ലഭിക്കുന്നുണ്ട്. കുട്ടികളിനി വാശി പിടിക്കുമ്പോൾ മാക്രോണി ഇങ്ങനെ തയ്യാറാക്കി കൊടുക്കൂ. ഇങ്ങനെ ആകുമ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡായി ഇത് മാറുന്നുണ്ട്. അപ്പോൾ മടി കൂടാതെ ഇനി കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ലഞ്ചായിട്ടോ സ്നാക്സ് ആയിട്ടോ നമുക്ക് തയ്യാറാക്കി കൊടുക്കാം. ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. എല്ലാവരും തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.